സീതയെടുത്തിയും അവളെയും ഒരേ ത്രാസിൽ തൂക്കണ്ട. മനസ്സിൽ ഒരുപാട് നന്മയുള്ള ആളാ സീതയെടുത്തി. മതികലെ വിശ്വസിക്കരുതെന്ന് സീതയെ ഉപദേശിക്കുന്ന രവി. ഒരിക്കൽ വലിച്ചെറിഞ്ഞ താലി തിരികെ കിട്ടണമെന്ന് രവിയോട് അപേക്ഷിക്കുന്ന മതികല. കുട്ടിമണിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ജലജ. കൊണ്ടുപോയി കളയുന്നതിന് തൊട്ടു മുമ്പ് പറ്റുമെങ്കിൽ നീ അവളുടെ തലക്കിട്ട് ഒരടി കൂടി കൊടുത്തേക്കണം. വയലൂരും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് രവിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന മതികല. തുടർന്ന് കാണുക. നമ്മളെ വിറ്റിട്ടേ ആ കാശുകൊണ്ട് ഇവള് പോവാതിരുന്നാ മതി. അതൊക്കെ പണ്ട്. ഇനി ഇവളുടെ ഒരടവും ഇവിടെ നടക്കത്തില്ല. ഈ അപ്പച്ചിയമ്മ ഇവളെ മര്യാദ പഠിപ്പിക്കും. അങ്ങോട്ട് തേക്കടി. എന്തിനാടി ഇങ്ങനെ അമർത്തി തേക്കുന്നത്? തുണി കരിഞ്ഞു പോവാനോ? ഒരു നൂലെങ്കിലും കരിഞ്ഞ ഈ തേപ്പ് വെട്ടിയെടുത്ത് നിന്റെ മോന്തയ്ക്ക് വയ്ക്കും ഞാൻ, പറഞ്ഞേക്കാം. ഇല്ല. നല്ല ഒന്നാം തരം പണിയാ ഞാൻ അവക്ക് കൊടുത്തിരിക്കുന്നത്. എന്നോടാ കളി. ഇങ്ങനൊരു അപ്പച്ചിയമ്മ മുമ്പ് കണ്ടിട്ടേ ഇല്ല. വഴക്കുണ്ടാക്കാനും ആളെ ദ്രോഹിക്കാനും ഒക്കെ അപ്പച്ചിയമ്മയ്ക്കും അറിയാല്ലേ? പിന്നെ അല്ലാതെ. അപ്പച്ചിയപ്പൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? മനുഷ്യന്മാരെന്ന് പറയുന്നത് ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നുണ്ടാകുന്നതാണെന്ന്. മതികേരടുത്ത അസുരത്തി തന്നെയാണ് ഞാൻ. പക്ഷേ അവള് പറയുന്നതൊക്കെ സത്യമാണെങ്കിലോ? ശരിക്കും മനസ്സ് മാറി തിരിച്ചു വന്നതാണെങ്കിൽ നമ്മൾ അകറ്റി നിർത്തുന്നത് ദ്രോഹമല്ലേ? ഒരു ദ്രോഹവും ഇല്ല. അവൾ ഈ കുടുംബത്തോട് കാണിച്ച ദ്രോഹങ്ങൾ ഓർത്താലേ അവളെ 7 ജന്മം കഷ്ടപ്പെടുത്തിയാലും അതിൽ ഒരു തെറ്റുമില്ല. പിന്നെ ആ കാക്കാത്തി വന്ന അപ്പച്ചിയമ്മയോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ശത്രു മരിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ ശത്രുത മരിച്ചിട്ടുണ്ടാവുന്നല്ലേ? നമ്മളോടുള്ള ശത്രുതയും അഹങ്കാരവും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് മതികല വന്നതെങ്കിൽ നമ്മളെന്തിനാ അവളോടത് കാണിക്കുന്നത്? അങ്ങനെ കാണിച്ച പഴയ മതികലയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നീ വെറുതെ അവളുടെ ഭാഗം ന്യായീകരിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള എന്റെ വിരോധം മാറില്ല.
ചികിത്സ കഴിഞ്ഞ് കുട്ടിമണിയും മനസ്സുജനും ഇവിടെ തിരിച്ചെത്തുമ്പോ മതികല ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സുജൻ ഇവിടെ നിൽക്കുമോ മോളെ? മനസ്സുജനും കുട്ടിമണിയും ഇവിടെ വന്ന് നിൽക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ മോളെ? ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിന്റെ പേരിൽ എന്തെല്ലാം യുദ്ധങ്ങളാ ഇവിടെ നടന്നത്. അവര് വന്നാ അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടാകുമെന്ന് നിനക്ക് പേടിയുണ്ടോ? സത്യം എന്റെ ഭാഗത്തായതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല അപ്പച്ചമ്മ. പക്ഷേ അവരിവിടെ വന്ന് നിന്നാ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ കുഞ്ഞിന് വേറെ അവകാശികൾ ഉണ്ടാവുന്നത് എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും അപ്പച്ചമ്മ? എന്നാലും കുട്ടിമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ മോളെ? ഒരിക്കലുമില്ല. ഓർമ്മ തിരിച്ചു കിട്ടണം. അവള് ബുദ്ധിയുള്ള പെണ്ണായി മാറണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. കാരണം എന്റെ കുഞ്ഞിനെ എനിക്ക് തന്ന സിജന്റെ എല്ലാ പ്രശ്നങ്ങളും മാറണം. കുട്ടിമണിയുടെ ചികിത്സ ഫലിച്ചാ മതിയായിരുന്നു അല്ലേ? ഫലിക്കൂ അപ്പച്ചമ്മ, എല്ലാം ശരിയാവും. അങ്ങനെ തന്നെ ആകണമെന്നാണ് മോളെ എന്റെയും പ്രാർത്ഥന. അലോപ്പതി അസാധ്യമെന്ന് പറയുന്ന പല രോഗങ്ങളും ആയുർവേദവും നമ്മുടെ ഹോമിയോപ്പതിയും നാട്ടുമരുന്നുകളും ഒക്കെ മാറ്റിയിട്ടില്ലേ? എന്തിനാ അധികം പറയുന്നത്? രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുന്നത് തടയാൻ പപ്പായയിലേക്കാൾ നല്ല മരുന്നില്ലാന്ന് ശാസ്ത്രലോകം തന്നെ സമ്മതിച്ചില്ലേ? പിന്നെ കുട്ടിമണിയെ ചികിത്സിക്കുന്ന ആ വിദേശിയും വളരെ ഫേമസ് ആപ്പച്ചമ്മേ. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടന്ന് നമ്മുടെ ചികിത്സാ രീതി പ്രയോഗിക്കുന്ന ആളല്ലേ. ഈയിടെ അയാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു. എന്തായാലും ബാലനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാ പിച്ചളയും കൂട്ടി ഞാൻ കുട്ടിമണിയുടെ ചികിത്സ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. കുറച്ച് ദിവസം അവളുടെ കൂടെ നിൽക്കണം. എനിക്ക് കൊച്ചിലേ തൊട്ട് നടന്ന ഓരോരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഞാൻ അവളെ നമ്മുടെ കുട്ടിമണിയാക്കും. ബുദ്ധി ഓർമ്മയുള്ള കുട്ടിമണി. അത് കാണാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടും. എന്ത് മക്കളെ, എന്തിനാ? അല്ലല്ലേ? ഉമ്മ, ഉമ്മ, ഉമ്മ. വല്ലാത്ത ചൂട് തന്നെ. നിങ്ങളെ എന്താ ആരെങ്കിലും ഓടിച്ചോ? വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ. ആ, പണത്തിനൊക്കെ ഞെരുക്കമായതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചില്ല, ഇങ്ങ് നടന്നു. മഴയൊന്ന് മാറി നിന്നപ്പോഴത്തേക്കും കൊടും ചൂട് തന്നെ സുഹൃത്തരെ. ഇത്രയും കാലം ഊര് തണ്ടി നടന്നപ്പം ഈ ചൂടും മഴയൊന്നും ഇല്ലായിരുന്നാ? അതോ വയസ്സായപ്പോ ഇതൊന്നും താങ്ങാൻ മേലാണ്ടായോ? വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നീ നിന്റെ പണി നോക്ക് സുഹൃത്തരെ. ആ, ഞാൻ എന്റെ പണി നോക്കുക. ആ, ഒരു കാര്യം പറയാൻ മറന്ന്. നിങ്ങൾക്ക് തുണിയല്ലോ തേക്കാനുണ്ടാ? എന്താ കഥ? കുളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കി തരാൻ പറഞ്ഞ ചീത്ത വിളിക്കുന്നവൾക്ക് ഇതെന്ത് പറ്റി? അതെ, തുണി തേക്കുന്നത് ഞാനല്ല, മറ്റേ ഭദ്രകാളിയാ. ഭദ്രകാളിയോ? ഓ, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ മറന്നുപോയി. മതികല തിരിച്ചു വന്ന്. അവളുടെ തള്ള വന്ന് പറഞ്ഞില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയാ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. അവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് അവരടിച്ചു പുറത്താക്കി. കരഞ്ഞ് നിലവിളിച്ചോണ്ട് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഞാനേ അവളെ കൊണ്ട് ഇപ്പൊ ഈ വീട്ടിലെ തുണികൾ തേപ്പിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ തുണികൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത്. നന്നായി. എന്ത്? അവള് തുണി തേക്കുന്നതോ? അല്ല, മതികല തിരിച്ചു വന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ കുടുംബത്തെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കികൾ തിരിച്ചു വന്നപ്പോ നന്നായെന്നോ? അതെ, ഇനിയിപ്പോ രവി മയിലിന്റെ പിന്നാലെ നടക്കില്ലല്ലോ. അവന്റെ ഭാര്യ തിരിച്ചു വന്നില്ല. ഇത് നല്ല കൂത്ത്. ഞാൻ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് മയിലുമോളെ കല്യാണം കഴിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് നിങ്ങളത് മുടക്കാൻ നടക്കുകയാണോ? അത് നടക്കാൻ പാടില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. പേരുദോഷം പേടിച്ചല്ലേ അവൾ ഇവിടുന്ന് പോയത്. രവിയുടെ ഭാര്യ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി ആ പേടി വേണ്ടല്ലോ. അവളോട് വരാൻ പറ. വരാൻ പറഞ്ഞാലും അവൾക്ക് വരാൻ പറ്റില്ല സുഹൃത്ത്. അതെന്താ? അതങ്ങനെയാണ്. അവൾ ഇവിടുന്ന് പോയത് പേരുദോഷം ഭയന്ന് മാത്രമല്ല, പിന്നെ ഒരു വലിയ ദൗത്യവുമായ.
അതെയോ? ആ ദൗത്യം തീരാൻ സമയമെടുക്കും. അത് കഴിഞ്ഞ് ഇവള് വരും. അതെന്താ അത്ര വലിയ ദൗത്യം? ഇതാ ഇറങ്ങി വാ മോളെ. വാ. കുട്ടിമണി കുറച്ചേരം ഇവിടെ തന്നെ നിന്നോണം. ഞാൻ അകത്ത് ചെന്ന് നിന്നെ കൊണ്ടുപോയി കളഞ്ഞ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പം മോൾ കയറി വന്നാ മതി. കേട്ടല്ലോ? പതുക്കെ, പതുക്കെ. കൃത്യസമയത്ത് രാഹുലൻ കൂടി ഫോൺ വിളിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കഥ ആ തള്ള രാക്ഷസി വിശ്വസിച്ചോളും. വിശ്വസിച്ചില്ല, ഞാൻ വിശ്വസിപ്പിച്ചു. ഇടുക്കി. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ. പേടിയാ? പതുക്കെ. പേടിയാ എനിക്ക്. ശീലാവതി പൊക്കോ, ഞാൻ എന്നോളാം. പൊക്ക പൊക്ക പൊക്ക. മാഡം, എന്തായി? കളഞ്ഞോ? പിന്നല്ലാതെ ഈ ശീലാവതി ഒരു കാര്യം ഏറ്റതാ. പക്ഷേ നീ എന്താ ഇത്ര വൈകിയത്? ഒരു മനുഷ്യനെ കൊണ്ടുകളയെന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ മാഡം? അവളാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുപോകത്തില്ല. ആദ്യം ഞാനങ്ങ് ദൂരെ തമ്പുരാൻ മുക്കിക്കൊണ്ടുപോയി വിട്ടു. അവിടെ ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നേ. ഘോഷയാത്രക്കിടയില് കുട്ടിമണിയും കയറ്റി വിട്ടു. ആ വഴിക്കങ്ങ് പോകട്ടെ എന്ന് കരുതി. പിന്നൊരു സോഡ കുടിക്കാമെന്ന് കരുതി കടയിൽ ചെന്ന് ഓർഡറും കൊടുത്തു. കടക്കാരൻ സോഡ പൊട്ടിച്ച് നീട്ടിയപ്പോ വാങ്ങിയത് ആരാ? കുട്ടിമണി. അവൾ തിരിച്ചു വന്നു മാഡം. പിന്നെ ഞാൻ നേരെ ഗന്ധർവമുറ്റം ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സപ്താഹം നടക്കുകയാണല്ലോ. ഭാഗവത പാരായണം കേട്ടോണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ മുങ്ങി. വല്ലാത്ത ക്ഷീണമായിരുന്നേ. ഒരു സോഡ കുടിച്ചേക്കാമെന്ന് കരുതി ഞാൻ. എന്തിനാ രണ്ടാമതും സോഡ കുടിക്കാൻ കയറിയത്? ആദ്യത്തെ കടയിൽ നിന്ന് സോഡ വാങ്ങിച്ചു കുടിച്ചത് അവളായിരുന്നല്ലോ. എന്നിട്ട് രണ്ടാമത്തെ സോഡ നീ കുടിച്ചോ? അതല്ലേ രസം. ആ സോഡയും വാങ്ങി കുടിച്ചത് അവളായിരുന്നു മാഡം. പിന്നെ ഞാൻ അവളെയും കൊണ്ട് ഓട്ടോ വിളിച്ച് നേരെ ഭീമപള്ളിയിലേക്ക് പോയി. പള്ളി, അമ്പലം, മോസ്ക്. നീ എന്താ മതസൗഹാർദ്ദ യാത്ര നടത്തുകയായിരുന്നോ? മഹാപാപം ചെയ്യുമ്പോ ദൈവത്തിന്റെ കൂട്ടുണ്ടാകട്ടെ എന്ന് കരുതി എന്റെ പൊന്നു മാഡം. വേഗം പറ, നീ അവളെ കൊണ്ട് വിട്ടിട്ട് വീണ്ടും സോഡ കുടിക്കാൻ പോയോ? ഇല്ല, സോഡ കുടിക്കുന്ന പ്രശ്നമെന്ന് എനിക്ക് അപ്പോഴേക്കും മനസ്സിലായി മാഡം. ഞാൻ അതുകൊണ്ട് സോഡ വേണ്ടെന്ന് വെച്ചു. ഒരു ജ്യൂസിന് ഓർഡർ കൊടുത്തു. ആ ജ്യൂസും അവള് കുടിച്ചു കാണും. മാഡത്തിനത് മനസ്സിലായി അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ ബാക്കി കാര്യം പറ. പിന്നെ ഞാൻ അവളെ നേരെ കടപ്പുറത്തേക്ക് കൊണ്ടുപോയി. നിർത്ത്. അവസാനം നീ അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? എനിക്കത് മാത്രം കേട്ടാ മതി. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോ എനിക്കൊരു ബുദ്ധി തോന്നി മാഡം. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കണ്ണൂരിനുള്ള ഒരു AC ടിക്കറ്റ് എടുത്ത് വേണാട് എക്സ്പ്രസിൽ കയറ്റി വിട്ടു. അതിന് വേണാട് എക്സ്പ്രസ് അതിരാവിലെ അല്ലേ? അത് കണ്ണൂർ വരെ ചെല്ലത്തുമില്ലല്ലോ. എന്നാ പിന്നെ എനിക്ക് എക്സ്പ്രസ് മാറിപ്പോയതായിരിക്കും. കണ്ണൂർ എക്സ്പ്രസിനായിരിക്കും കയറ്റിവിട്ടത്. എന്തായാലും AC ടിക്കറ്റ് എടുത്ത് കയറ്റിയിരുത്തി. വണ്ടി വിട്ടതിന് ശേഷമാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവൾ അതിൽ നിന്ന് ഇറങ്ങി പോകരുതല്ലോ. നേരാണോ നീ പറയുന്നത്? അമ്മച്ചിയാണോ നേര്? ഞാൻ വേണമെങ്കിൽ മാഡത്തിന് തലയിൽ തൊട്ട് സത്യം ചെയ്യും. വേണ്ട, തലയിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. സോറി, മാഡത്തിന്റെ തലയ്ക്ക് സുഖമില്ലാത്ത കാര്യം ഞാനങ്ങ് മറന്നു. ശീലാവതി, അയ്യോ മാഡം, വേഗം മതികല മാഡത്തെ വിളിച്ച് കുട്ടിമണിയെ കാണാതായ വിവരം പറ. ഇപ്പോഴേ വിളിച്ച് പറയണോ? ഉടനെ വിളിച്ച് പറയുന്നതാ നല്ലത്.
വിളിക്കൂ മാഡം, പെട്ടെന്ന് ഫോൺ വിളിക്കേ. സന്ധ്യാവാറായി. കുളിച്ചിട്ട് വിളക്കം കത്തിച്ചിട്ട് ദീപം ദീപം എന്ന് പറഞ്ഞൊരു ഷോ നടത്തും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വിളിക്കാതെ പറ്റത്തില്ല മോളെ. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അതെ, കുട്ടിമണിയെ കാണാനില്ലടി. കാണാനില്ലെന്നോ? അതെ മോളെ, കുറെ നേരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കാണ്ടിരുന്നപ്പോ ഞാൻ ചെന്ന് നോക്കിയതാ. മുറിയിൽ അവളില്ല. ഒരു കത്തും എഴുതി വച്ചിരുന്നു പറ മാഡം. കത്തോ? അത് നമുക്ക് എഴുതാൻ അറിയില്ലല്ലോ. ഒരു കത്ത് പോലും അവൾ എഴുതി വെച്ചില്ലല്ലോ എന്ന് ശീലാവതി പറയായിരുന്നു മോളെ. അതെ, മണ്ടത്തരം എഴുന്നള്ളിക്കത് പോ. എന്നിട്ട് അവളെ தெரியாതെ നിങ്ങൾ രണ്ടുപേരും കൂടി കിന്നാരം പറഞ്ഞോണ്ടിരിക്കുവാണോ? അയ്യോ അല്ല മോളെ, ഞങ്ങൾ ഇവിടെ മുഴുവൻ തെരഞ്ഞു, റോഡിലും തെരഞ്ഞു. മിക്കവാറും അവൾ ആ രാഹുലിന്റെ കൂടെ ഒളിച്ചോടി പോയി കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അതൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കാണും. എന്നിട്ട് അമ്മ അവളെ ചവിട്ടി പുറത്താക്കി കാണും. അയ്യോ ഇല്ല, വഴക്കൊക്കെ രാവിലെ തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ അവളെ പൊന്നുമോളേന്നാ വിളിച്ചിരുന്നത്. അതെ, എനിക്കൊന്നും കേക്കണ്ട. ഒരു മണിക്കൂറിനകം അവളെ തിരിച്ചെത്തിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. മാഡം മാഡം, രാക്ഷസി, വേണ്ടടി, പൊന്നുമോള് തിരിച്ചു വന്നടി. ഇവിടെ വാതൊക്കെ തന്നെയുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ശരി. എടീ, നീ എന്നെ കൊണ്ട് കളഞ്ഞല്ലേ? ഞാനില്ല, ഇവളാ ശീലാവതി. അയ്യോ ഞാനോ? നീ തന്നെ കളഞ്ഞത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവളാ കളഞ്ഞത്. മാഡം, എന്റെ പൊന്നുമോളെ മോളെ ട്രെയിനിൽ ഇരുന്നിട്ട് ഇത്തിരി വെള്ളം വാങ്ങിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയതാ ഞാൻ തിരിച്ചു വന്നപ്പോ ട്രെയിൻ കാണാനില്ല. പിന്നെ ആ ട്രെയിൻ നോക്കി പാളത്തിലൂടെ ഞാൻ തേരാപ്പാരാ നടന്നു. അല്ല, മോളെങ്ങനെ തിരിച്ചു വന്നു? ഇവളെ പേടിച്ച് ഡ്രൈവർ ട്രെയിൻ നിർത്തി കാണും. നീ പറഞ്ഞിട്ടാ ഇവളെ ഞാൻ കളഞ്ഞത്. എന്നെ തല്ലാനും മാത്രം നീ വളർന്നു അല്ലേ? ഫോൺ എത്തോ, അത് കഴിഞ്ഞിട്ട് കൊല്ലാം. ഹലോ, ശരി, നാളെ തന്നെ കൊടുത്തു വിട്ടോളാം. ആയിക്കോട്ടെ സാർ. ആരാ മാഡം വിളിച്ചത്? റെയിൽവേ എന്നാ. ഇവള് ചങ്ങനെ വലിച്ച ട്രെയിൻ നിർത്തിയതെന്ന്. 2000 രൂപ ഫൈൻ നാളെ തന്നെ ശീലാവതിയുടെ കയ്യിൽ കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. തന്നാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്നാ നാളെ കാശ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ടാ മതിയല്ലേ? കൊല്ലണ്ട കുട്ടികൾ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചു വിട്ടാ മതി. രണ്ടും കൽപ്പിച്ചുള്ള പോക്കാ എന്റെ പൊന്നു മാഡം. അല്ല, എന്റെ ഫോൺ നമ്പർ റെയിൽവേക്കാർക്ക് എങ്ങനെ കിട്ടി? അല്ല, കുട്ടിമണി കൊടുത്തു കാണും. അതിന് കുട്ടിമണിക്ക് എന്റെ ഫോൺ നമ്പർ അറിയില്ലല്ലോ. അത് പിന്നെ ചിലപ്പോ കുട്ടിമണി ഇപ്പൊ പഴയ പൊട്ടിമണിയല്ല മാഡം. അവള് തപ്പി കണ്ടുപിടിച്ചു കാണും. അല്ലല്ല, ഇതിലെന്തോ തട്ടിപ്പുണ്ട്. എന്നെ വിളിച്ച ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് 2000 രൂപ ശീലാവതി ചേച്ചിയുടെ കൈ കൊടുത്തു വിടണമെന്നാണല്ലോ. റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്തിനാണ് നിന്നെ ചേച്ചിന്ന് വിളിക്കുന്നത്? പിടികിട്ടി. എന്റെ വകയിലൊരു കുഞ്ഞമ്മേരെ മോൻ റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥനാ, സുര. അവളുടെ വകയിലൊരു സുര ചെപ്പാക്കുറ്റിക്കിട്ടൊന്ന് തരാൻ എന്റെ കൈ തരിക്കുന്നു. ചായയില് തുപ്പിത്തരുന്ന നീ വേറെ എന്തെല്ലാം കലക്കി തരുമെന്ന് ആർക്കറിയാം? നീയും അവളും കൂടി എനിക്കിട്ട് വെച്ചതാണല്ലേ.
എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ ഒരു ഫൈനിന്റെ കഥയും കാണിച്ചു തരാടി ഞാൻ. ഒരു ജ്യൂസ് എടുക്കട്ടെ മാഡം? ഓ ഇതാരായിരിക്കും ഈ കൊച്ചുവെളുപ്പാങ്കാലത്തെ ഈ തുണികളൊക്കെ നനച്ചിട്ടിരിക്കുന്നത്? ഇതാരാ ഈ രാവിലെ തന്നെ തുണികൾ മുഴുവനും നനച്ചിട്ടത്? ഞാനല്ല അപ്പച്ചമ്മേ, മതികലയാ വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റ് ഈ തുണിയെല്ലാം അലക്കിയിട്ടത്. ഈശ്വരാ, നീ ചതിച്ചല്ലോ. ചതിച്ചെന്നോ? തുണി നനച്ചിടുന്നത് നല്ല കാര്യമല്ലേ അപ്പച്ചമ്മേ? അല്ലെങ്കിലേ നമ്മൾ തന്നെ ഇതൊക്കെ നനച്ചിടേണ്ടി വരില്ലേ? ചതിച്ചല്ലോ എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ല മക്കളെ. അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെന്ന് ഞാൻ നേരത്തെ കരുതിയിരുന്നതാ. അവള് ചെയ്ത സ്ഥിതിക്കിനി അതിന്റെ പേരിൽ അവളെ 4 ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ. ഓശോ, ഈ അപ്പച്ചമ്മയുടെ ഒരു കാര്യം. മതികല സ്വയം അറിഞ്ഞു ചെയ്താലും അത് കുറ്റമല്ലേ? ആ അതെ, അവൾ എന്ത് ചെയ്താലും എനിക്ക് കുറ്റം തന്നെ. ഒരു കാര്യം ചെയ്യാം, മുറ്റം അടുപ്പിച്ചാലോ? ആ, അവള് മുറ്റവും തൂത്ത് വൃത്തിയാക്കി. ആ നേരാണല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് എവിടെ അവള്? മുറ്റം തൂത്ത് കഴിഞ്ഞേ അവള് മുറിക്കകം എല്ലാം തൂത്തു. ഇപ്പഴേ ദേ തറ തുടച്ചോണ്ടിരിക്കുക. അവളോ? ദേ ചെന്ന് നോക്ക്, അകത്തുണ്ട്. അവള് ശരിക്കും നേരായതാണോ? എടി ഭദ്രകാളി, നീ എന്നെ തോപ്പിക്കാനിരിക്കണല്ലേടി? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പച്ചിയമ്മേ. ഇല്ലേ? നിന്നോട് ആരാടി പറഞ്ഞത് ഈ വീട്ടിലെ തുണി മുഴുവൻ കഴുകിയിടാൻ? അതാരും പറഞ്ഞില്ല. മുഷിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ എടുത്ത് കഴുകിയിട്ടതാ. കഴുകിയിട്ട് പോലും ആരാടി നിന്നോട് മുറ്റം തൂക്കാൻ പറഞ്ഞത്? അതും ആരും പറഞ്ഞില്ല. തൂക്കണമെന്ന് എനിക്ക് തോന്നി. ഓ, ഇപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഈ തറ തുടയ്ക്കുന്നത്? അപ്പച്ചിയമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നിർത്തിയേക്കാം. ഇവിടെ വാടി. ബക്കറ്റ് താഴെ വെക്കടി. അപ്പച്ചിയമ്മയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കുന്ന ഒരു പുന്നാര മോള്. ഇതൊക്കെ നീ ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടേ നീ ചെയ്യാവൂ. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ഞാൻ പറയുന്നു, നീ തറ തുടയ്ക്ക്. ശരി. എന്താ ചെയ്യേ? തുടക്കടി. തറയൊക്കെ കണ്ണാടി പോലെ തിളങ്ങണം, കേട്ടല്ലോ? അയ്യോ, തറയ്ക്ക് നോവും. അങ്ങോട്ട് അമർത്തി തുടക്കടി.
കാലൊന്ന് പൊക്കോ. മാറ്. ശല്യം. എനിക്ക് അകത്തേക്ക് വരാമോ രവിയേട്ടാ? എന്തിന്? മുറി തുടയ്ക്കാനായിരുന്നു. വേണ്ട, ഈ മുറി തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ദയവ് ഇതങ്ങനെ പറയില്ലേ രവിയേട്ടാ. വീട് മുഴുവൻ തുടച്ചില്ലെങ്കിൽ അപ്പച്ചിയമ്മ വഴക്ക് കുറയും. തുടച്ചോട്ടെ ഞാൻ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചില കാഴ്ചകള്. എന്നെ കാണുന്നതാണോ രവിയേട്ടനെ സഹിക്കാൻ പറ്റാത്തത്? അതൊന്നുമല്ല, നിന്റെ ഈ പതനം നീ നടത്തുന്ന ഒരു നാടകമാണോ അതോ അതിജീവനത്തിനായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടിലേതായാലും എനിക്കിതൊന്നും കാണാൻ വയ്യ. നിന്റെ ഈ പുതിയ അവതാരം ഇറങ്ങി പൊയ്ക്കൂടെ നിനക്ക് ഇവിടുന്ന്? എങ്ങോട്ടാ എങ്ങോട്ടാ ഞാൻ പോവേണ്ടത്? എന്റെ മാംസത്തിനും ചോരയ്ക്കും ദാഹിക്കുന്ന കഴുകന്മാരുടെ അടുത്തേക്കോ? ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയോ രവിയേട്ടന്? ആണായിട്ട് പിറക്കുന്നത്. കൈയും വീശി ഏത് പാതിരാത്രിക്ക് ഇറങ്ങി നടക്കാമല്ലോ. പക്ഷെ ഒരു പെണ്ണിനും ഒരു പുരുഷന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവൾക്ക് പട്ടാ പകല് പോലും സുരക്ഷിതത്വം ഇല്ല. വീടും സ്വത്തും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ടവളാ ഞാൻ. ഇന്നെന്റെ സ്റ്റാറ്റസ് വയലോരം വീട്ടിലെ വേലക്കാരി എന്ന. അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. വിധിച്ചതേ കൊയ്യൂ. പക്ഷെ ഈ വേലക്കാരിയുടെ പദവിയെങ്കിലും ഇല്ലെങ്കിൽ എന്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ എന്റെ മാനം കൂടി എഴുതി ചേർക്കേണ്ടി വരും എനിക്ക്. ഇവിടെ നിന്ന് ഇറക്കി വിട്ട 2 വഴികളേ ഉള്ളൂ എനിക്ക്. ഒന്നാമത്തേത് മരണത്തിലേക്കുള്ള വഴി, രണ്ടാമത്തേത് തെരുവിൽ അഴുക്ക് ചാലിലേക്കുള്ള വഴി. ഞാൻ ഏത് തെരഞ്ഞെടുക്കണമെന്ന് രവിയേട്ടൻ തന്നെ പറ. അനുസരിക്കാൻ ഞാൻ. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇനി നീ പറയുന്നത് അനുസരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മതി. എന്തായാലും ഞാനായിട്ട് നിന്നെ ദ്രോഹിക്കുന്നില്ല ഒരു തരത്തിലും. ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. ഞാൻ രവിയേട്ടനെ ഉപദ്രവിച്ചെന്നോ? ഒരിക്കലും ഇല്ല രവിയേട്ട. ഞാൻ ഉദ്ദേശിച്ചതേ എന്റെ മുമ്പിൽ വെച്ച് ഓരോ തരത്തില് കഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പച്ചമ്മ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? വഴക്ക് പറയില്ലേ? എന്തായാലും നീ ഇവിടെ താമസിക്കും. പതുക്കെ ഞാൻ അപ്പച്ചമ്മയോട് പറയാം, എല്ലാ ജോലികളും കൂടി നിന്നെ ഏൽപ്പിക്കരുതെന്ന്. ശരി രവിയേട്ട. നീ തുടച്ചോ, ഞാൻ പുറത്തിരിക്കും. കരിമ്പാറയ്ക്കുള്ളിലെ കന്മദം പോലെ സ്നേഹം പുറത്തേക്ക് വരുന്നു. വന്നോട്ടെ, നല്ലോണം വന്നോട്ടെ. ആഹാ, കുട്ടിമണി ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് പോന്നതാണല്ലോ. പിന്നെയും കയറി കിടന്നു.
കുട്ടിമണി കുട്ടിമണി എഴുന്നേക്ക്. അങ്ങനെ ക്ഷീണമാണ്. എഴുന്നേക്ക് എന്റെ പൊന്നു മോളെ. ദേ ആ രാക്ഷസിക്കുള്ള അടുത്ത പണിയുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്നതാ? കണ്ടോ കണ്ടോ, ആ രാക്ഷസിക്കിട്ട് അടുത്ത പാര പണിയുന്ന കാര്യം പറഞ്ഞപ്പോ ഉറക്കം പമ്പ കിടന്നു. എന്നാ ഭാര്യയാണ് പറ. ഞാൻ ഇന്നലെ ആ രാഹുലിനോട് ഒരു സാധനം വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ, രാവിലെ തന്നെ അവനത് സംഘടിപ്പിച്ചോണ്ട് വന്നു. ദാ കണ്ടോ. അയ്യോ ഇതെന്നായത്? ഈ കുട്ടിമണി എല്ലാം മറന്നു. ഞാൻ ഇന്നലെ എല്ലാം വിശദമായി പറഞ്ഞില്ലേ. നായ്ക്കുറണപ്പൊടി ഇത് ദേഹത്ത് വീണാലേ ചൊറിയും. ചൊറിഞ്ഞു 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 തൊലി പൊടിയും. എന്നാലേ നമുക്ക് വാരി എറിഞ്ഞാലോ? അയ്യോ ഇത് വാരി എറിയാനൊന്നും പറ്റില്ല മോളെ. ഇത് കൈ കൊണ്ട് തൊട്ടാ നമ്മുടെ കൈയും ചൊറിയും. അങ്ങനെയാണേലും ഒരു ബുദ്ധിയുണ്ടേ. എന്താ? ആ രാക്ഷസി എവിടെ ഇരിക്കുമ്പോ കൂരിച്ചെന്നെ പൊതിയാച്ചി തലേ കുടിയാങ്ങിടാ. അതിലും നല്ല ഉഗ്രനൊരു വഴിയുമായിട്ടാ ഈ ശീലാവതി ചേച്ചി വന്നിരിക്കുന്നു. അവരുടെ സർവാംഗം ചൊറിയാനുള്ളൊരു വഴി. എന്നാ ശീലാവതി പറ. രാവിലെ ഉടുക്കാനുള്ള സാരി എന്നെ കൊണ്ട് തേപ്പിച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിനർത്ഥം ഉടനെ കുളിക്കാൻ കയറുമെന്ന്. എന്നിട്ട് പറ പറ. അവര് കുളിക്കാൻ കയറുമ്പോ നമ്മൾ ആ രാക്ഷസിയുടെ മുറി കയറണം. ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി 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 അങ്ങനെ തന്നെ. അതെ ഇതൊന്ന് വായിച്ചേ. വായിക്കാം. വീട്ടുകാരിയെ വേലക്കാരി തല്ലിക്കൊന്നു. കഷ്ടം. എന്തിനാ തല്ലിക്കൊല്ലാൻ പോയത്? കുട്ടിമണിയെ പോലെ ഒരു മിടുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പണി കൊടുത്ത് ആത്മഹത്യ ചെയ്യിച്ച പോരായിരുന്നോ? ഊർ വേലക്കാരി ഇനിയിപ്പോ ഈ ജയിലിൽ കിടക്കണ്ടേ? അല്ല മാഡം, ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ചൊറിച്ചിലാണോ? അതല്ലടി മൂദേവി, എന്റെ മുഖം ചൊറിയുന്നു. മേക്കപ്പ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. വരട്ട് ചൊറി വരാനായിരിക്കും. ഇപ്പൊ അതിന്റെ സീസണാ മാഡം. വരട്ട് ചൊറി പോയി ഓയിന്റ്മെന്റ് എടുത്തോണ്ട് വാടി. ചൊറിച്ചിൽ മാറാനുള്ള ഓയിന്റ്മെന്റ് എന്റെ കയ്യിലില്ല. പിന്നെ എന്താ ചെയ്യാ ഇപ്പോ? ഒരു മാർഗം പറഞ്ഞു താടി. മുഖം മാത്രമേ ചൊറിയുന്നുള്ളോ അതോ ദേഹം മൊത്തം ചൊറിയുന്നുണ്ടോ? മുഖം മാത്രം ഉള്ളടി പിശാചേ. നീ വന്ന് കേറിയ അന്ന് മുതല് എനിക്ക് കഷ്ടകാലവാ. കഷ്ടകാലം ചൊറിയുടെ രൂപത്തിന് വരുമോ മാഡം? എനിക്ക് ചൊറിയുന്നു. കൊണ്ടാവേ കരുനാക്കെടുത്ത് വളച്ചല്ലോ. എനിക്ക് കൈയും ചൊറിയാൻ തുടങ്ങി. കൈ മാത്രല്ലടി നിന്റെ ദേഹം മുഴുവൻ ചൊറി. ഞാൻ നിന്നെ ശപിക്കുക. ഓങ്കിരിയും ചൊറിയത്തെ ചൊറി വന്നു. അയ്യോ, ദേഹം മൊത്തം ചൊറിയുന്നു. നിനക്ക് ചാത്തൻ സേവയുണ്ടല്ലേ? ഞാൻ ചാത്തന്മാരെ വരുത്തണോ? അയ്യോ വേണ്ട. പക്ഷെ 4 ചാത്തന്മാരും കൊണ്ട് വരട്ടെ. അയ്യോ, ചിലപ്പോ ഈ സാരിയുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും മാഡം. രാവിലെ തേച്ചപ്പോ എന്റെ കൈയും ചൊറിഞ്ഞോന്നൊരു സംശയമുണ്ട് മാഡം. ഇനി എന്ത് ചെയ്യും ശീലാവതി? പിന്നെ ദേഹം മുഴുവൻ ഇത്തിരി പൗഡർ ഇട്ടു കുറച്ചു നേരം കിടന്ന ഒരു ശമനം ഉണ്ടാവും. ഞാൻ അപ്പോഴേക്കും ചൊറിച്ചിലുള്ള ഓയിന്റ്മെന്റ് വാങ്ങിയിട്ട് ഇപ്പൊ ശരി ശരി. പൗഡർ ഇത്തിരി കൂട്ടിയിട്ടോ മാഡം?
എന്നിട്ട് നീണ്ട നിവർന്നങ്ങ് കിടന്നോ? യക്ഷിക്ക് ശരിക്ക് പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഭ്രാന്തുള്ള സ്ത്രീയാ. ഒന്നുകിൽ ഇതോടെ പിന്നെയും ഭ്രാന്താശുപത്രിയിലാവും, അല്ലെങ്കിൽ ഭ്രാന്ത് മാറും. ഓ ഈശ്വരാ, ഭ്രാന്ത് മാറണേ. അതെന്താ നീ എങ്ങനെ ഭ്രാന്ത് മാറണേന്ന് പ്രാർത്ഥിച്ചത്? അതെ, ഭ്രാന്താശുപത്രി പോയാ പിന്നെ നമുക്ക് പണി കൊടുക്കാൻ പറ്റോ? ഇവളിവിടെ വേണ്ടേ? അങ്ങനെ. ഇനിയും പണികൾ പലതും നീ കണ്ടുവച്ചിട്ടുണ്ടല്ലേ? ഉണ്ട് ഉണ്ട്. ആദ്യം ഈ ചോരി ഒന്ന് കയ്യട്ടെ. മിടുക്കി, മിടുമിടുക്കി. എന്റെ പൊന്നുമോളെ, നീ എന്നും എന്റെ കൂടെ തന്നെ നിന്നു. ഞാനേ ശീലാവതിയുടെ കൂടെ അല്ല, ശീലാവതി എന്റെ കൂടെ നിന്നോ കേട്ടാ, മനസ്സിലായാ? അതെന്തിനാ? ഇനി ഇതിനെയും ഞാൻ മാഡം ഒന്ന് വിളിക്കേണ്ടി വരുമോ? ശരി കുട്ടിമണി മാഡം. നന്നായിരിക്കട്ടെ. ഓട്ടത്തിലാ മനസ്സുജമായി. എങ്ങനെയെങ്കിലും ആശുപത്രിക്കാരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണം. അതിനാ ശ്രമം. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ പിച്ചളെ? ഫോണിലൂടെ എല്ലാ സഹായവും അയ്യപ്പൻകുട്ടി സാറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബായ്, കുട്ടിമണി പെങ്ങളെ ചികിത്സിച്ച ഒരു കൗൺസിലർ ഉണ്ട്, കാർത്തിക. ആ പെങ്ങള് വലിയ സഹായ ചെയ്യണം. കാർത്തിക ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ബായി അവരും കണ്ടിട്ടുണ്ട്. അന്ന് ബഹളം നടന്നപ്പം ആ ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേ കാർത്തിക പെങ്ങള് ഡോക്ടറോട് പറഞ്ഞു മനസ്സുജമ്പായി പറയണ ശരിയെന്ന്. പക്ഷെ ആ സ്ത്രീ കേട്ടില്ല. ആദ്യം മുതലേ ഞാനൊരു കള്ളനാണെന്ന മട്ടില്ല ആ ഡോക്ടർ എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആ മുൻവിധിക്കൊപ്പം മതികര ഒരുക്കിയ ഡ്രാമ കൂടിയായപ്പോൾ എൻ്റെ വിധി പൂർത്തിയായി. എൻ്റെ മാത്രമല്ല, എൻ്റെ കുട്ടുൻ്റെ. ബായുടെ പേര് കൊടുത്ത കേസ് പിൻവലിക്കാൻ ആ സ്ത്രീ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ മാനേജ്മെന്റിന്റെ വാശി. നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരാണ് കേൾക്കാത്തത്. മതികല മാനേജ്മെന്റിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. എൻ്റെ തകർച്ചയ്ക്കായി അവൾ എന്ത് വഴിയും സ്വീകരിക്കും. അതല്ല ബായി, അന്ന് നടന്ന ബഹളത്തിന്റെ പേരിൽ കുട്ടിമണി പെങ്ങളെ ചികിത്സിച്ച ഡോക്ടർ രാജിവെച്ചു. ഡോക്ടർ തിരിച്ചു വരണമെന്നാ മാനേജ്മെന്റിന്റെ ആവശ്യം. വരില്ലാന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ പറ്റാത്തത് കൊണ്ടാണത്ര അവരുടെ രാജി. അതിലെന്തോ കുരുക്കുണ്ടല്ലോ പിച്ചളെ. അല്ല, ഞാൻ ബഹളം വെച്ചതിന്റെ പേരിൽ അവർ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ പറ്റാത്ത സാഹചര്യം എന്താ? ഞാൻ ബഹളം വെച്ചതോ അതോ കുട്ടിമണിയെ അവർക്കൊപ്പം അയച്ചതോ? സംശയിക്കണ്ട, ആ കുറ്റബോധം കൊണ്ട് തന്നെ അവരുടെ രാജി. എങ്കിൽ ഞാൻ പോയി അവരെ കൂടി കാണാം, അവരുടെ കാലും കൂടി പിടിച്ചു നോക്കാം. അവര് തിരിച്ചു വന്ന മാനേജ്മെന്റിന്റെ വാശി തീരുമല്ലോ. ആ ശരിയാ. വിഷമിക്കാതെ ബായ്, എല്ലാം നമ്മൾ ശരിയാക്കും. തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയിൽ 2 ആഴ്ച വിശ്രമിച്ചു എന്ന് കരുതിയാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ കുട്ടിമണി പെങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തും. അന്വേഷിക്കാനൊന്നുമില്ല പിച്ചളെ, നേരെ മതികലയുടെ മുമ്പിലെത്തിയാൽ മതി. അവളെ കൊല്ല ചെയ്ത് ഞാൻ പറയിക്കും എൻ്റെ കുട്ടി എവിടെയാണെന്ന്. എന്താ വേണ്ടതെന്ന് അന്വേഷിച്ച് ഞാൻ വീണ്ടും വരാം. ശരി, വരട്ടെ. കൂട്ടാനൊക്കെ കൊള്ളാമോ കുട്ടിമണി? കൊള്ളാം കൊള്ളാം. രാവിലെ രാക്ഷസിക്കിട്ട് പണി കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അടുക്കളയിലെ ശ്രദ്ധ കുറഞ്ഞു. അതുകൊണ്ടായിരിക്കും നന്നായത്. നമുക്ക് എന്നും രാശിച്ചിട്ട് പണി കൊടുക്കണം. ഇനിയിപ്പോ എന്താ ചെയ്യാം? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ ചോറ് തന്നെ. അല്ല, ശീലാവതിയും കഴിച്ച്. അയ്യോ വേണ്ടായേ. ആ തള്ള കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ആഹാരം കഴിച്ചാ പിന്നെ അതിനുള്ള ചീത്തവിളിയും ഞാൻ കേൾക്കണം. തല തിരിച്ചു വിളിക്കണം. പറ്റീന്നും മരപ്പറ്റീന്നും മാക്രീന്നും ഒക്കെ വിളിച്ചണം. നന്നായി മോളെ. കുട്ടിമണി വിളിക്കുപോലെ ഞാൻ വിളിച്ചാലേ എന്റെ 16 അടിയന്തിരം നടക്കും. അവര് വലിയ മാഡമല്ലേ, നമ്മള് വെറും ഊച്ചാളി. അപ്പൊ എന്നെ രാശിച്ചിട്ട് പേടിയല്ലേ? പിന്നെ ഭയങ്കര പേടിയല്ലേ? എങ്കിലേ ഞാൻ എന്ത് വിളിച്ചോ അങ്ങോട്ട് പറഞ്ഞാ മതി, ഞാൻ വിളിച്ചോളാം. നീ ആദ്യം ചോറുണ്ട് കുട്ടിമണി, അത് കഴിഞ്ഞ് ഞാനൊക്കെ പഠിപ്പിച്ചു തരാം. കഴിക്ക്. ആ തള്ളരാക്ഷസിയുടെ ചൊറിച്ചിൽ മാറിയോ എന്തോ? ചൊറിച്ചിൽ മാറിയ വേറെ പണി കൊടുക്കണം. അല്ല പിന്നെ ചോറിന് വെച്ചേ. നീ എന്തിനാ ഞാൻ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നത്? എന്നോട് ദേഷ്യപ്പെട്ടാണില്ല, ഞാൻ നല്ല പണി തരാ. നിന്റെ തലവെട്ടി ഉപ്പിലിടും. ഈശ്വര, ഈ
ഈ വീട്ടിൽ വന്നു കയറി കുട്ടിമണി ഇവിടുത്തെ ഭാഷ മുഴുവൻ പഠിച്ചു. അയ്യേ അതെ ഞാനേ രണ്ട് ഈ കൈ ഒന്ന് കൈവിട്ട് വരാം. അയ്യാടെ ഓമിച്ചാണ്ടല്ല കയ്യും വെച്ച്. ഓ എന്റെ അമ്മോ. ആഹാരം കണ്ട രണ്ട് കൈ കൊണ്ട് വാരുത്തുന്നോണ്ടിരുന്ന കൊച്ചാണ്. പക്ഷെ ഇപ്പൊ അതിനറിയാം ഇടത്തെ കൈയും വലത്തെ കൈയും എന്തിനാ ഉപയോഗിക്കുന്നത്. ഓർമ്മ പോയപ്പോ ഇതിന് ബുദ്ധി കൂടിയോ? എന്താടി എനിക്കെതിരെയുള്ള അടുത്ത പ്ലാൻ ഇടുകയാണോ? അയ്യോ മാഡം, ഞാൻ എന്ത് പ്ലാൻ ഇടാനാ? ഒക്കെ കുട്ടിമണിയുടെ ഓരോരോ വികൃതികളാണ്. എടി ദേഹം മുഴുവൻ ചൊറിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോ നീ പറഞ്ഞു സാരി ഊരി കളഞ്ഞ് പൗഡർ ഇടാൻ. ഞാൻ പൗഡർ ഇട്ടപ്പോ ചൊറിച്ചില് കൂടി, നീണ്ടു നിവർന്ന് കിടക്കാൻ പറഞ്ഞു. അതും ഞാൻ ചെയ്തു. അപ്പൊ ചൊറിച്ചില് പിന്നെ കൂടി കാണുമല്ലേ? അതെ വെറുതെ ശീലാവതിയെ നീ ചിത്ത പറയണ്ട. നിന്റെ ശാരിയിലും പൗഡറിലും കട്ടിലും ഒക്കെ ചൊറിന് പൊടിയിട്ടത് ഞാനാണ് ഈ കുട്ടിമണി. ഇന്നലെ നീ രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിന്റെ അഹങ്കാരോ നിനക്ക്? അതെ. ഇന്ന് ഞാൻ നിന്നെ കൊണ്ടുപോയി കളയുവിടി. നീ കളഞ്ഞാലേ ഞാൻ തിരിച്ചു വരാം. ഓഹോ, അത്രയ്ക്ക് ധിക്കാരവോ? ശീലാവതി, എന്തോ ഇന്നലെ നീ ഇവളെ ട്രെയിൻ കയറ്റി വിട്ടിട്ടും ഇവൾ തിരിച്ചു വന്നു. ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവളെ വിമാനത്തിൽ കയറ്റി വിടും. അയ്യോ മാഡം, വിമാനത്തിൽ കയറ്റി വിടണമെങ്കിൽ ഒരുപാട് കാശാവൂലേ? ഞാൻ നിനക്ക് 5000 രൂപ തരാം. 5000 രൂപയോ? അതെ, നേരെ എയർപോർട്ടിൽ ചെന്ന് ഒരു ടിക്കറ്റ് എടുത്ത് അങ്ങ് കയറ്റി വിട്ടാ മതി. 5:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ശരി മാഡം, ഞാൻ കയറ്റി വിട്ടേക്കാം. ഞാൻ കാശ് എടുത്ത് വെക്കാം. നീനെ കളയോ? ചുമ്മാ 5000 രൂപയാ കിട്ടാൻ പോകുന്നത്. നമുക്ക് നടിച്ചു പൊളിക്കാം. ഇന്നലത്തെ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാം. തിരിച്ചു വരുമ്പോ നീ അവരോട് എന്ത് പറയണോന്നറിയാമോ? എന്നാ പറയണോ? വിമാനം ഈ വീടിന് മുകളിൽ എത്തിയപ്പോ നീ താഴേക്ക് ചാടിയെന്ന്. മോൾ ഇവിടെ നിൽക്ക, ഞാൻ പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. മോക്ക് ഇത് തന്നെ മതി. മതി മതി മതി. പിന്നെ ഒരു കാര്യം, രാഹുലിനെ കൂടി വിളിച്ചത്. ഓ വിളിക്കാം ഒക്കെ ഞാൻ ഏറ്റു മോളെ. എന്നാ പിന്നെ വേഗം പോയി. നമ്മളങ്ങോട്ട് പൊളിച്ചു. കുട്ടിമണിയെ കൊണ്ടുപോയി കളഞ്ഞൂന്ന് മതിയെ വിളിച്ചു പറയാൻ പറ്റില്ല. അവളെ കാണാതായി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിനി എന്തു പറയും? നിഷ്കളങ്കരായ 2 സുഹൃത്തുക്കളുടെ പരിശുദ്ധമായ സൗഹൃദത്തിന്റെ കഥയാത്. പക്ഷേ നമ്മളൊന്ന് പരിശ്രമിച്ച അത് മനോഹരമായൊരു പ്രണയകഥയാക്കി മാറ്റാം. അങ്ങനെ തന്നെ പറയാം. രാഹുലൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ആദ്യം പറയാം. അവൾ അവന്റെ കൂടെ പോയി എന്ന് പിന്നെ പറയാം. എലിശല്യം വല്ലാതെ കൂടിയിരിക്കുക. എന്തൊക്കെയോ കരണ്ട് നശിപ്പിക്കുന്നുണ്ട്. കുറച്ച് എലിവിഷം വാങ്ങിച്ചേ പറ്റൂ. ബേബി ഓഫ് സീതാബാലൻ അല്ലേ? അതെ. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ. കുട്ടി ജനിച്ചിട്ട് ഇത്രയും മാസമായിട്ടും ഇതുവരെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയില്ലല്ലോ. അതിനു വേണ്ടിയാ സർ ഇവര് വന്നത്. ആവശ്യം വരുമ്പോഴേ എല്ലാവരും ഓർക്കും.
ജനിച്ച് 4-ാം പക്കം ആധാർ കാർഡ് എടുത്തില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പമാണ്. അതെ, ഇപ്പൊ തന്നെ ഒരു വിദേശയാത്ര വേണ്ടി വന്നുകൊണ്ടാണല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നത്. ബേബി ഓഫ് സീതാബാലൻ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആൺകുഞ്ഞ്. ആൺകുഞ്ഞോ? ആ ശരി ശരി, ഞാൻ തന്നെ വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ട ആൾ ലീവാ. അത്യാവശ്യം തന്നെ പറഞ്ഞു. അതെ, അത്യാവശ്യം. ഞാൻ തന്നെ പോയി ശരിയാക്കാം. സിസ്റ്റർ, സീത പ്രസവിച്ചത് ആൺകുഞ്ഞിനാണോ? അതെ. അയ്യോ, അതറിയത്തില്ലായിരുന്നോ? നല്ല തങ്കക്കുടം പോലത്തെ ഒരു മോനല്ലായിരുന്നോ? ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ കൊടുത്ത് മുദ്രപത്രത്തിൽ എഴുതിക്കണം. അതിന് ലീഗൽ വാലിഡിറ്റി ഉള്ളൂ. ഓ, തൽക്കാലം അതിനൊന്നുമുള്ള സമയമില്ല സിസ്റ്ററെ. ആ കുഞ്ഞിന് വേണ്ടി എവിടെയെങ്കിലും കയറി ചെന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ഡോക്യുമെന്റ്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് ഈ ഹോസ്പിറ്റൽ രേഖ മതി. പഞ്ചായത്തിലെ കാര്യം ഞാൻ ശരിയാക്കി തരാം. കൂടിയായ 2 മണിക്കൂർ, അത്രേ ഉള്ളൂ. ആ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നമ്മൾ ഇന്ന് തന്നെ മൂന്നാറിലേക്ക് തിരിച്ചിരിക്കണം. എനിക്കത്രേ ഉള്ളൂ. അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ മൂന്നാറിൽ വരണോ? വേണം. ആ കുഞ്ഞ് സീതയുടെ മുന്നിൽ എത്തുന്നത് വരെ തന്നെ ഞാൻ എവിടെയും വിടില്ല. എന്റെ കർത്താവ്, ഏത് നേരത്താണാവോ ഞാൻ ഈ കേസ് കൊണ്ട് തലവെച്ചു? എന്റെ തലയെ വരെ തീരെ ശരിയല്ല. പലരുടെയും തലവര ശരിയാക്കാൻ വേണ്ടിയാ എന്റെ ഈ അന്വേഷണം. കഥ മാറും ആ കുട്ടി എത്തുമ്പം.